ലേറ്റായിട്ടിരുന്നല്ല കിടന്നത്. എന്നാലും ഞങ്ങൾ വർക്കുള്ളതുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റു. ഇനി ഞാൻ പോയി പല്ലേച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കണം. ആഷ്നയുടെ അമ്മ നല്ല അടിപൊളി ആലു പൊറാട്ട ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് കഴിച്ചു. അത് കഴിച്ചിട്ട് നേരെ വർക്കിന് കയറി. എനിക്ക് വർക്ക് നേരത്തെ സ്റ്റാർട്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് നടക്കായിരുന്നു. പിന്നെ അവളുടെ ലിപ്സ്റ്റിക്, അവളൊരു ഇൻഫ്ലുവൻസറാണ്, അവളുടെ അക്കൗണ്ട് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അവളുടെ ലിപ്സ്റ്റിക്സ് ഒക്കെ ട്രൈ ചെയ്ത് അതിൽ കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. നല്ല രസമുണ്ട് ഇത് കാണാൻ. സ്റ്റേസിൻ്റെ ഐ എം ഹാപ്പി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിലും വീണ്ടും അങ്ങനെ ചുമ്മാ ഓരോന്ന് കാണിച്ചുകൊണ്ട് നടക്കാൻ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർ ഇറിറ്റേറ്റ് ചെയ്തോണ്ട് നടക്കുമായിരുന്നു കേട്ടോ. Can you scroll up? Have you checked all the options you have checked? Yes. Then you can show me the description. ഇങ്ങനെ വർക്ക് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഡൗട്ട് വന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് അലീനെ വിളിച്ചു കേട്ടോ. അവളെ വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ എൻ്റെ വർക്ക് ചെയ്യുമോ, ഞാൻ അവളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഫ്ലർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ലായിരുന്നു, ഇവിടെ ഹോസ്റ്റലിൽ എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങി. ഓട്ടോയിലാണ് പോണത് ഹോസ്റ്റലിലേക്ക്. ഞാൻ ഡയറക്റ്റ് എൻ്റെ ഹോസ്റ്റലിലേക്ക് വന്നത്. അവളുടെ ഫ്ലാറ്റിലേക്ക് പോയി. ഹോസ്റ്റലിലേക്ക് ഇങ്ങനെ ഒരു കാപ്പി മേടിച്ച് റൂമിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൊമിനോസിൻ്റെ പിസ്സ ഓർഡർ ചെയ്ത കേട്ടോ. ബാംഗ്ലൂരുള്ള ആൾക്കാർക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഡൊമിനോസ് പിസ്സ. എനിക്ക് എല്ലാം കാണിക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ റൂം നല്ല വൃത്തിയോടെ കിടക്കുന്നത്. ഞാൻ വൃത്തിയാക്കിയെങ്കിലും ഇന്നലെ പോകാൻ നേരത്ത് വീണ്ടും എല്ലാം കൂടെ വലിച്ചു വരിട്ട് വൃത്തിയേടാക്കി. സോ അതെനിക്ക് വൃത്തിയാക്കണം. കൂടെ എനിക്ക് വർക്ക് എടുക്കാൻ ഇൻറ്റേൺഷിപ്പ് ഉണ്ട് 7 മണി വരെ. അത് കഴിഞ്ഞിട്ട് പുറത്ത് പോകണം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആൻഡ് ടുഡേ ഈസ് ഫ്രൈഡേ ആൻഡ് നാളെയാണ് എൻ്റെ എക്സാം. നാളെ കഴിഞ്ഞിട്ട് കോട്ട് കോളേജ്. എൻ്റെ കട്ടിലും പിടിക്കാൻ പറ്റില്ല, അത്ര അധികം സാധനങ്ങളാണ് എൻ്റെ കട്ടിലമേ. ഞാൻ ക്ലീൻ ചെയ്യണം. പിന്നെ എനിക്ക് നാളത്തേക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം എനിക്ക് പുറത്ത് പോകാണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. ഫുൾ ബിസി ഡേയ്സാണ്. ഇന്ന് ഫ്രൈഡേ ആണ്, നാളെ സാറ്റർഡേ, നാളെ എക്സാം. അത് കഴിഞ്ഞ് സൺഡേ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിൽ എൻ്റെ വർക്ക് നടക്കും കേട്ടോ. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് മിണ്ടുമ്പോ ഓഫ് ബോർഡാക്കും ഇറക്കി വിടും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാണ്. ഒരു ഇന്റേൺഷിപ്പിന് കുറച്ച് പിള്ളേര് കയറുമ്പോ അവരെന്നെ മിണ്ടുമ്പോ പറഞ്ഞു വിടുന്നു പറഞ്ഞ് പേടിപ്പിക്കണ ഒരു വൃത്തികെട്ട കമ്പനിയിലാണ് ഞാൻ കയറിയേക്കുന്നത്. പിന്നെ അത് ഇവിടെ ഉള്ളതല്ല, നോർത്തിലുള്ള കമ്പനിയാണ്. പിന്നെ എന്തായാലും പറയണമെന്നും കേൾക്കത്തില്ല. അല്ല, അവർക്ക് മനസ്സിലാവത്തില്ല, കേൾക്കത്തില്ല. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം നമുക്കൊരു ഡെയിലി ടാസ്ക് ഉണ്ട്, അത് മീറ്റ് ചെയ്യണം. എനിക്കിത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് വീണ്ടും വൃത്തിയാക്കണം. ഞാൻ ഇന്ന് വൃത്തിയാക്കും, നാളെ വൃത്തിയാക്കും, നാളെ വൃത്തിയാക്കും, അങ്ങനെയാണ്. പിന്നെ എനിക്കിത് രാത്രി ഫുള്ളായിട്ട് പ്രൊജക്റ്റ് ചെയ്യണം. കാരണം ഇൻറ്റേൺഷിപ്പ് എനിക്ക് 7 മണി വരെ ഉണ്ട്. ഇപ്പോൾ സമയം 6:21 7 മണി വരെ എനിക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ക്ലീനിങ് പരിപാടി, ബാക്കിയുള്ള പരിപാടികൾ. അത് കഴിഞ്ഞ് പുറത്ത് പോകണം. പുറത്ത് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് വേണം എൻ്റെ പ്രൊജക്റ്റ്, നാളത്തെ എക്സാമിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഫുൾ എററാണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ലൈക്ക് PPT ഉണ്ടാക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്ന് പാതിരാത്രിക്ക് വന്നിട്ട് വേണം ചെയ്യാൻ.
അതും പോലാണ് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഇന്നും കണക്കാ. വർക്ക് കഴിഞ്ഞപ്പോൾ ലേറ്റായി, 8 മണിയായി. അപ്പോൾ 7:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തെടുത്തില്ല, അതിന് മുന്നേ ഇറങ്ങണം. ഇനി പോയി ഫുഡ് കഴിക്കുക, ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കുക, കുറേ പണിയുണ്ട്. ചോറും മോരും പരിപ്പും ചെറുപ്പയറും പപ്പടും ചമ്മന്തി ആട്ടുന്ന ഫുഡ്. അത് കഴിഞ്ഞ് ഞാൻ വന്ന് എൻ്റെ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ ബാക്കി സ്റ്റാർട്ട് ചെയ്തോടെ നാളത്തെ എക്സാമിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നിരുന്നിട്ട് എനിക്ക് ഇരിക്കപ്പുറത്തില്ല കേട്ടോ, ടെൻഷനായിരുന്നു, തീരുമെന്ന്. അങ്ങനെ തീർത്തു. ഞാനെങ്ങനെയോ ഒരു കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഓടിച്ചിട്ട് ഒന്ന് ഇവിടേക്കൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കി ഒന്ന് പോയി കുളിച്ച് വന്നിട്ട് പഠിക്കാതിരിക്കണം. അങ്ങനെ ഞാൻ കുളിച്ച് സെറ്റായിട്ട് വന്നു, ക്ലീനൊക്കെ ആക്കി. ഇനി ഞാനൊരു ഗ്രീൻ ടീ ഉണ്ടാക്കി പഠിക്കാതിരിക്കാമെന്ന് വിചാരിച്ചു. ഗ്രീൻ ടീ ഉണ്ടാക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട്, ബാക്കി ഇനി നാളെ കാലത്ത് നോക്കാം. ഇന്നലെ ഉറങ്ങാത്ത വേണ്ടിക്ക് നല്ല ക്ഷീണമുണ്ട്. ഗുഡ് നൈറ്റ്.